വെൽക്കം ടു മല്ലിക്യൂളർ. ഡിസ്കസ് ചെയ്യാനുള്ളത് ബാഴ്സ വേഴ്സസ് മയോർക്ക മാച്ചിനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ 3-0 നമ്മൾ ജയിച്ചിട്ടുണ്ട്. ടൈറ്റിൽ റേസിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ് നമ്മൾ നേടി. മയോർക്ക ഇടയ്ക്കൊക്കെ എല്ലാവർക്കും പണി കൊടുക്കുന്ന ടീമാണ്, പക്ഷേ ആ ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സായി. പലപ്പോഴും അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പാബ്ലോ ടോറെ അവരുടെ ടീമിലുണ്ട്, യാൻ വെർഗ്ലി അവരുടെ ടീമിലുണ്ട്. അവരൊക്കെ തന്നെ സൂപ്പർ പെർഫോമൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നത്. യാൻ വെർഗ്ലിയൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തു. കൂണ്ടേനെ എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു. മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവലിലുള്ളത് ജോൻ ഗാർഷ്യ, എറിക് ഗാർഷ്യ LCB, RCB ആയിട്ട് കുബാർസി, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബാൾഡെ, റൈറ്റ് ബാക്ക് ആയിട്ട് കൂണ്ടെ. മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിവട്ടായിട്ട് ഓൾമോ ആൻഡ് നമ്മുടെ കസാഡോ, അവർക്ക് മുകളിൽ ഫെർമി, പിന്നെ ലെവൻഡോസ്കി ഉണ്ട്. റഫീഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ചെറിയൊരു ഡിസ്കംഫർട്ടാണ് സംഭവം. വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റാഷ്ഫോർഡ് ഉണ്ട്, പിന്നെ യമാലുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് 11. നമ്മൾ പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ 1-0 ലീഡാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ അത്ര ടോപ്പ് പെർഫോമൻസ് ഒന്നുമല്ല പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ തരക്കേടില്ലാതെ അങ്ങനെ കളിച്ചു പോകുന്നുണ്ടായിരുന്നു. പല തവണ നമ്മുടെ ഡിഫൻസ് ബ്രേക്കായി. എനിക്കൊന്നു യാൻ വെർഗ്ലി കൊടുത്തൊരു പാസ് മുറിക്കിക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷേ ആളത് കൺവേർട്ട് ചെയ്യുന്നില്ല. ചില സമയത്ത് യാൻ വെർഗ്ലി തന്നെ ക്വാളിറ്റി കളി കളിച്ചിട്ട് ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, പക്ഷേ ആളുടെ ആ ഒരു ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് കാരണം ചില ചാൻസ് ഒന്നും കൺവേർട്ട് ആവാതെ പോയി. അങ്ങനെയാണ് മാച്ചിൻ്റെ ഒരു അവസ്ഥ ഫസ്റ്റ് ഹാഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല ചാൻസ് കിട്ടി. ചാൻസ് അല്ല, നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ടാണ് ചാൻസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലതൊക്കെ നമ്മുടെ ലോങ് ഷോട്ടുകളൊക്കെ ആയിരുന്നു. അത് തന്നെ എടുത്തു പറയേണ്ടത് റാഷ്ഫോർഡിൻ്റെ ഒക്കെ ഷോട്ടാണ്. റാഷ്ഫോർഡ് നന്നായിട്ട് കളിച്ച ഒരു ഹാഫും കൂടെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഗോൾ നേടുന്നത് ലെവൻഡോസ്കി വഴിയാണ്. ലെവൻഡോസ്കിൻ്റെ ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് പരിപാടി ഉണ്ടല്ലോ, അതാണ് കണ്ടിട്ടുള്ളത്. ഒരു സ്ട്രൈക്കർക്ക് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മിസ്റ്റേക്ക് വരുത്താൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ പ്ലെയേഴ്സിനെ ഒന്ന് ടച്ച് ചെയ്ത് വകഞ്ഞു മാറ്റിയിട്ടാണ് ലെവൻഡോസ്കി ഗോൾ നേടുന്നത്. നൈസ് ഗോൾ. ലെവൻഡോസ്കിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്കവിടെ കൃത്യമായിട്ട് ഉപകാരപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറേ കൂടെ ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട്, എസ്പെഷ്യലി ബെർണൽ വന്നതിൻ്റെ ശേഷം. ബെർണൽ കളിച്ച കളി ഉണ്ടല്ലോ, സൂപ്പർ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഈ ഒരു കംബാക്കിന് ശേഷം ആള് പുറത്തെടുത്ത ഒരു ടോപ്പ് പെർഫോമൻസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ബെർണൽ വന്നതിന് ശേഷം മിഡ്ഫീൽഡിൽ നല്ല കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബെർണൽ ഒരു ഗോൾ നേടുന്നുണ്ട്. കൂടാതെ ആള് കൊടുത്ത ഒരു ലോഫ്റ്റഡ് പാസ് ഉണ്ടായിരുന്നു, ആർക്കാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ചാൻസ് നമ്മൾ മിസ് ചെയ്തു. അത് സൂപ്പർ ബോളായിരുന്നു. ബെർണൽ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് സബായിട്ട് വന്നിട്ട് പുറത്തെടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ആരെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമാലിനെ കുറിച്ചാണ്. ആളൊരു ഗോൾ അടിച്ചു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞുള്ള കാര്യമാണ്, യമാൽ പലപ്പോഴും ഭയങ്കര പ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്. ചില മാച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അത്തരത്തിലുള്ളൊരു കൺസേൺ ഞാൻ ഉന്നയിക്കാൻ കാരണം, യമാൽ കുറച്ചുകൂടെ അൺപ്രഡിക്റ്റബിൾ ആയി കഴിഞ്ഞാൽ യമാലിൻ്റെ ലെവൽ എവിടെ എത്തും നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കൺസേൺസ് കാണുമ്പോൾ പോലും അത് ഉന്നയിക്കുന്നത്. അപ്പോൾ യമാൽ നേടിയ ഗോൾ നോക്കുകയാണെങ്കിൽ യമാൽ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത്. യമാലിന് നേരെ ഗോൾ പോസ്റ്റിന് മുമ്പ് ബോക്സിന് പുറത്തുനിന്ന് ആ ബോൾ കിട്ടുന്നു. ഒരു ടിപ്പിക്കൽ യമാലിൻ്റെ കളി, അല്ലെങ്കിൽ ടിപ്പിക്കൽ അവിടുന്ന് നമ്മളെ പ്ലേയേഴ്സൊക്കെ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ കൂണ്ടയിലേക്ക് ഒരു സൈഡ് പാസ് കൊടുക്കും, അല്ലെങ്കിൽ ലോഫ്റ്റഡ് പാസിന് ശ്രമിക്കും. അതൊക്കെയാണ് അവിടെ ആരെ കാലിൽ നിന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ, ഞാൻ ബാക്കിയുള്ള ടീമുകളുടെ കാര്യമല്ല പറയുന്നത്, ബാഴ്സൻ്റെ പ്ലേയേഴ്സിൻ്റെ കാലിൽ നിന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആരും ലോങ് ഷോട്ട് എടുക്കാൻ മടിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ യമാൽ ഷോട്ട് അടിക്കുന്നവരെ വിചാരിച്ചില്ല, പക്ഷേ അടിച്ച് പോസ്റ്റിലേക്ക് കയറ്റി. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഗോൾ കീപ്പർക്ക് ചുമ്മാ നോക്കി നിൽക്കാൻ വേണ്ടി മാത്രമേ കഴിഞ്ഞുള്ളൂ. പ്രോപ്പർ എക്സിക്യൂഷൻ ആണ് നമ്മളവിടെ യമാലിൻ്റെ അടുത്ത് കണ്ടത്. മൂന്നാമത്തെ ഗോൾ പിന്നെ അറിയാലോ, ഒരു സൂപ്പർ റൺ ആൻഡ് ഗോളായിരുന്നു നമ്മൾ ആരെടുത്ത് കണ്ടത്, ബെർണലിൻ്റെ കണ്ടത്. ബെർണൽ ആ ഗോൾ അടിക്കുന്നു, ഗോൾ അടിച്ചിട്ട് ബാഡ്ജിൽ തൊട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഗോൾ അടിച്ചതിനോട് യമാലിൻ്റെ റിയാക്ഷൻ, പിന്നെ ആ ഗോൾ അടിക്കുമ്പം ഒരു ടാക്കിളിൽ നിന്ന് ബെർണൽ എസ്കേപ്പ് ആവുന്നുണ്ടല്ലോ, അവിടെ ആൾ ബോൾ ഹാൻഡിൽ ചെയ്ത രീതി, പിന്നെ ആ ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് ഫിനിഷ്, എല്ലാം സൂപ്പറായിരുന്നു. നമുക്ക് ബെർണലിൻ്റെ പെർഫോമൻസിന് 10 out of 10 കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചിട്ടുള്ളത്. റിയലി ഗുഡ്. പിന്നെ നമ്മൾ റാഷ്ഫോർഡിൻ്റെ കേസ് വരികയാണെങ്കിൽ സ്കോർ ഷീറ്റിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം, പക്ഷെ നല്ല പെർഫോമൻസ്, നല്ല എഫേർട്ട് ആൾ മാച്ചിലെടുത്തിട്ടുണ്ട്. ഒരുപാട് അറ്റാക്സ് ആളെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും നല്ല ടോപ്പ് ഷോട്ട്സ് ആൾ അടിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, സൂപ്പർ ഫ്രീ കിക്ക് ആയിരുന്നു. കോർണറിലേക്കാണ് ആൾ അടിക്കുന്നത്, ടോപ്പ് കോർണറിലേക്ക്. പക്ഷേ ഗോൾ കീപ്പർ അതിവിദഗ്ധമായിട്ട് സേവ് ചെയ്തു. അവരെ ഗോൾ കീപ്പറിന് ഒരുപാട് നല്ല സേവുകളും കൂടെ നമ്മൾ കണ്ട മാച്ചായിരുന്നു.
ടോട്ടലി റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ത്രെറ്റായിട്ട് ആൾ അറ്റാക്കിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ആൾക്ക് കഴിയട്ടെ. ഓക്കെ, പിന്നെ ഇപ്പം ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ജോവൻ ഗാർഷ്യ നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ജോവൻ ഗാർഷ്യ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നിന്നും സൂപ്പർ പാസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഡിഫൻഡേഴ്സിനൊക്കെ ഞെട്ടിച്ചുകൊണ്ട്. പിന്നെ എറിക് ഗാർഷ്യ ആൻഡ് കുബാർസി അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല, സോ അവരും ക്രെഡിറ്റ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂണ്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൂണ്ട ഒരുപാട് തവണ എക്സ്പോസ് ചെയ്യപ്പെട്ടു. കൂണ്ടനെ എനിക്ക് വിമർശിക്കാൻ പോലും തോന്നുന്നില്ല, കാരണം എനിക്കൊന്നും ആളെ ബാധിച്ചിരിക്കുന്നത് കാര്യമായിട്ടും ആ ഒരു ഫെറ്റീഗാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഫുള്ള് യൂസ് ചെയ്തതിൻ്റെ. അപ്പം കൂണ്ട ടീമിലിപ്പം നിലവിൽ ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ കൂണ്ടനെ സെല്ല് ചെയ്യണം അങ്ങനത്തെ വർത്താനൊന്നും ഒരിക്കലും പറയില്ല. പക്ഷെ ആൾ സെറ്റായിട്ട് വരണം. അതിന് ചിലപ്പോൾ നമ്മൾ ആൾക്ക് കുറച്ചധികം റെസ്റ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെങ്ങനെ റെസ്റ്റ് കൊടുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ RBയിൽ ആരെ കളിപ്പിക്കും? ജാവോ ക്യാൻസലോ ഉണ്ട്, പക്ഷെ ജാവോ ക്യാൻസലോനെ അധികം പ്രിഫർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ആൾ പ്രിഫർ ചെയ്യുന്നത് കൂണ്ടനെ തന്നെയാണ്. കൂണ്ട കഴിഞ്ഞാൽ ആൾ RBയിൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക പിന്നെ എറിക് ഗാർഷ്യനാണ്. അപ്പോൾ എറിക് ഗാർഷ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സെൻറ്റർ ബാക്കിൽ ആര് കളിക്കും ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ? അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം. നമ്മളാണെങ്കിൽ ആ ഒരു ക്യാൻസലോനെ കൊണ്ടുവന്നിട്ട് കണ്ണുപൊടിയിട്ടല്ലാതെ വേറെ സൈനിങ് ഒന്നും നമുക്കില്ല. അല്ലെങ്കിൽ ക്യാൻസലോനെ കൊണ്ടുവന്ന സമയത്ത് അതേപോലെ ലോണിലൊരു സെൻറ്റർ ബാക്കിന് കൊണ്ടുവരണമായിരുന്നു. ഓക്കെ, അതാണ് ക്യാൻസലോനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു സെൻറ്റർ ബാക്കിന് കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് സെൻറ്റർ ബാക്കിൽ ആൾ വേണം. സോ പണി പാളിയ ഒരു സിറ്റുവേഷനാണ് ഡിഫൻസിലുള്ളത്. ഇപ്പോഴും നല്ല ടീമുകൾ വന്നു കഴിഞ്ഞാൽ ഡിഫൻസ് എക്സ്പോസ്ഡ് ആവുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ കുറേയൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ളത് ജോവൻ ഗാർഷ്യ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മേലാണ്. പിന്നെ കസാഡോ എന്താണോ കഴിഞ്ഞ സീസണിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് കസാഡോൻ്റെ ഒരു ഫോം നമുക്കറിയാം. ആ ഫോമിലേക്ക് കസാഡോ പതുക്കെ തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ചാൻസസ് കിട്ടുമ്പോൾ. നല്ല പെർഫോമൻസ് കസാഡോ തന്നു, ബെർണൽ തന്നു. പിന്നെ അത്യാവശ്യം എല്ലാവരും കുഴപ്പമില്ലാതെ കളിച്ചു. ലെവൻഡോസ്കി ഗോൾ അടിച്ചു. ഫെർമി എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഫെർമിൻ്റെ ലെവലൊന്നും കളിച്ചിട്ടില്ല. ഇങ്ങനത്തെ മാച്ചിലൊക്കെ ഫെർമി പൊതുവെ സ്കോർ ചെയ്യലാണ്, പക്ഷേ സ്കോർ ഷീറ്റിലൊന്നും എത്തിയിട്ടില്ല. ഓൽമോ വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ ടോട്ടൽ എനിക്ക് ആരും മോശം പറയാനായിട്ട് തോന്നുന്നില്ല. ബാളുടെയും വലിയ തിരക്കേടില്ലാതെ കളിച്ചു. ബാളിൻ്റെ അടുത്ത് ബോക്സിലേക്ക് കുറച്ച് ബോളുകളൊക്കെ കണ്ടു, സന്തോഷമായി. ഓക്കെ, അപ്പോൾ അതാണ്. എന്താണ് മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്താണ് മാച്ച് കണ്ട് തോന്നുന്നത്? എനിക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആവാനായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തായാലും അധികം വൈകാതെ വീഡിയോ ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മൾ സമ്മറിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്ന പ്ലേയേഴ്സിനെ കുറിച്ച്, സാധ്യതയുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം അത്രയ്ക്ക് തന്നെ പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.